എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നറൂട്ടോ കുട്ടപ്പനെ കാണിക്കുന്നു. അവന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ചുറ്റും കാണിക്കാണ് ആ ഒരു നറൂട്ടോ ഒഴിച്ച് ബാക്കി എല്ലാ നറൂട്ടോ കുട്ടപ്പന്മാരും ഇപ്പൊ കാമായിട്ട് നിൽക്കുകയാണ്. നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് പുറത്തേക്ക് വന്ന് ഇപ്പൊ കുട്ടപ്പൻ ആകമാനം ഓറഞ്ച് കളറായി മാറും. മാത്രമല്ല ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ ഒരു വാല് കൂടെ ഇപ്പൊ പുറത്തേക്ക് വരും. കാക്കാഷി പേടിച്ച് വിറച്ച് ഒരുപക്ഷെ ഇതായിരിക്കും ജിറയമാമൻ പറഞ്ഞ ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ ക്ലോക്ക്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടിൽ നിന്ന് നമ്മുടെ ദേദുരയാവട്ടെ കുട്ടപ്പന്റെ മാറ്റം കണ്ട് ഇപ്പൊ പേടിച്ചു വരണ്ടിരിക്കുകയാണ്. കുട്ടപ്പന് വാലൊക്കെ വന്ന് ഇപ്പൊ ഒരു കൊരങ്ങനെ പോലെ ആയല്ലോ എന്ന് ദേദുര കുട്ടപ്പനെ നോക്കി കളിയാക്കിക്കൊണ്ടേയിരിക്കും. അവന്റെ പവർ അത് മുഴുവൻ പുറത്തു വന്ന് കലി കയറി നറൂട്ടോ ആവട്ടെ അവൻ കൈ ചുരുട്ടി ഇപ്പൊ നിലത്തിട്ടിക്കും. അവൻ ദേദുരയ്ക്ക് വേണ്ടി ഇപ്പൊ ചുറ്റും നോക്കാണ്. ദേദുര പേടിച്ചു വരച്ച് അപ്പൊ ഇതാണല്ലേ ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ പവർ എന്നും പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ നോക്കി നിൽക്കും. കുട്ടപ്പനാണെങ്കില് ഇപ്പൊ ദേദുരയെ കടിച്ചു കീറാനുള്ള കലിപ്പിലാണ്. ദേദുരയുടെ വായിൽ നിന്ന് ഇപ്പൊ ബ്ലഡ് അത് താഴേക്ക് വരാൻ തുടങ്ങും. നറൂട്ടോയുടെ ദേഷ്യം അത് കൂടി കൂടി വരുമ്പോ അവന്റെ രണ്ടാമത്തെ ടൈലും ഇപ്പൊ പതിയെ പുറത്തേക്ക് വരും. അപ്പൊ അതേസമയം ഇപ്പൊ നറൂട്ടോയുടെ ക്ലൗൺസിനും ഒരുപാട് വേദന എടുത്ത് അവരും തളർന്നു വീഴാനായിട്ട് തുടങ്ങും. കാക്കാഷിക്ക് ഫ്ലാഷ് ബാക്കില് അപ്പൊ ജിറയ മാമൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മ വരും. മാമൻ പറയും കുട്ടപ്പന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് പുറത്തു വരികയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നീ തടയണം. അവന്റെ ഒരു ടൈല് അത് പുറത്തേക്ക് വന്ന അതിനെ നയൻ ടൈൽ ക്ലോക്ക് എന്നാണ് പറയുക. ഒരിക്കലും ഒരു ടൈലിന് അപ്പുറത്തേക്ക് നറൂട്ടോ കടന്നു പോവാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ അത് വലിയ അപകടമാണ്. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ കുട്ടപ്പന് കലി കയറി അവന്റെ ഫുൾ പവറില് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പന്റെ പവർ അത് കൂടി വരുമ്പോ അവന്റെ ക്ലൗൺസ് അവിടെ ഇല്ലാതാവും. കാക്കാഷി കുട്ടപ്പന്റെ മുൻപിലേക്ക് വന്ന് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ കുട്ടപ്പനാവട്ടെ അത് ശ്രദ്ധിക്കില്ല. പക്ഷെ കുട്ടപ്പന് അത് കാക്കാഷി ആണെന്ന് പോലും മനസ്സിലാവില്ല. അവന് കലി കയറി കാക്കാഷി അട്ടിക്കാൻ ശ്രമിക്കും. പക്ഷെ കാക്കാഷി തെന്നി മാറി അവിടുന്ന് എസ്കേപ്പ് ആവും. അപ്പൊ ഫ്ലാഷ് ബാക്കില് വീണ്ടും മാമനാവട്ടെ കാക്കാഷിയുടെ കയ്യില് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ട് പറയും ഒരുപക്ഷെ കുട്ടപ്പന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് പുറത്തു വരികയാണെങ്കിൽ ഈ സ്റ്റിക്കർ അവന്റെ നെറ്റിയിൽ ഒട്ടിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി ആവട്ടെ ആ ഒരു സ്റ്റിക്കർ കയ്യിലെടുത്ത് കറങ്ങി വന്ന് അതങ്ങനെ കുട്ടപ്പന്റെ നെറ്റിയില് ഒട്ടിച്ചങ്ങോട്ട് വിടും. നയൻ ടൈൽ ഫോക്സിന്റെ പവർ അടങ്ങി ഇപ്പൊ കുട്ടപ്പനാവട്ടെ നോർമലായി മാറും. കാക്കാഷി ഇപ്പൊ കുട്ടപ്പനെ താങ്ങിയെടുത്ത് അവനെ ശുശ്രൂഷിക്കാൻ ആരംഭിക്കും. എന്നിട്ട് പതിയെ ആ ഒരു സ്റ്റിക്കർ അത് പതിയെ റിമൂവ് ചെയ്യും. ദേദുരയാവട്ടെ ഇതെല്ലാം തന്നെ നോക്കിക്കണ്ട് ഹായായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ സാക്കുറയും ഗ്രാൻഡ്മയും അവിടേക്ക് വരും. കുട്ടപ്പൻ ഒരുപാട് ഹാപ്പി ആയിട്ട് നിങ്ങളത് ചെയ്തോ എന്ന് അവരോട് ചോദിക്കും. അതിന് സാക്കുറ പറയും അത് ഞങ്ങൾ ചെയ്തു സാസുരി അവനിപ്പോ ജീവനോടുകൂടെ ഇല്ല. സാക്കുറ ചുറ്റും നോക്കി ഗാറ അവനിപ്പോ എവിടെയും ചോദിക്കുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ തല താഴ്ത്തി നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സാക്കുറയും ഗ്രാൻഡ്മയും കാണും കുട്ടപ്പന്റെ ഏതാനും ക്ലൗൺസ് ഗാറയെ പിടിച്ചു നിൽക്കുന്നത്. അതിന് ഗ്രാൻഡ്മ പറയും ഇനിയുള്ള കാര്യം അത് ഞാൻ നോക്കിക്കോളാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ദേദുരയാവട്ടെ ഇപ്പൊ സാക്കുറയും ഗ്രാൻഡ്മയും കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. അപ്പൊ സാസുരി അവ മരിച്ചുപോയോ? ഇനി ഇവിടെ നിന്നാ എന്റെ കാറ്റും പോവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവന്റെ തൊട്ട് മുൻപില് മൈഗയെ കാണുക. ഐ ആം ട്രാപ്ഡ് എന്ന് പറഞ്ഞ് അവനോട് ഷോക്കായിട്ട് നിൽക്കും. ദേദുര കത്തിയെടുത്ത് ഇപ്പൊ ഞൊട്ടിയിടയില് അവിടുന്ന് എസ്കേപ്പ് ആവും. കാക്കാഷി ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കുമ്പോ മൈഗൈനെ ടീംസിനെ കണ്ട് ആൾക്ക് ഒരുപാട് സന്തോഷാവും. ഇവിടെ മൈഗൈ ആള് ദേദുരയെ വിടില്ല. അവൻ കറങ്ങിച്ചെന്ന് കൈ ചുരുട്ടി ഇടിക്കാൻ നോക്കുമ്പോ ദേദുര ഗായിനെ ഇപ്പൊ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് കടന്നു കളയും. അത് കണ്ട് നെജി ആവട്ടെ അവന്റെ 32 പോംസ് ഉപയോഗിച്ച് അവൻ അങ്ങനെ തന്നെ സർക്കിളിൽ ലോക്ക് ചെയ്ത് പിടിച്ച് അവന്റെ നേർക്ക് ചാട്ടി വന്ന് അടിച്ചു തെറിപ്പിക്കും. ദേദുര തെറിച്ച് വീഴുമ്പോ ടെൻട്ടനാവട്ടെ അവള് ചാടി അവന്റെ തൊട്ടടുത്തെത്തും. ഇങ്ങനെ പോയാൽ ഞാൻ മയ്യത്താവെന്നും പറഞ്ഞ് ഇപ്പൊ ദേദുര മുൻപോട്ട് ഓടുമ്പോ അവന്റെ ക്ലേ അതൊരു സൈഡിൽ കിടക്കുന്നതായിട്ട് അവൻ ലോങ് ഷോട്ടിൽ കാണും. അവൻ ആ ക്ലേ നോക്കി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുമ്പോ കാക്കാഷി വിളിച്ചു പറയും അവൻ എന്തോ പ്ലാൻ ചെയ്യാണ്, അതുകൊണ്ട് ആരും അവന്റെ അടുത്തേക്ക് പോവരുത്, എല്ലാവരും കെയർഫുൾ ആയിരിക്കണം. അവൻ ലോങ് റേഞ്ചില് കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യും. ദേദുര ദേഷ്യപ്പെട്ട് അവന്റെ ക്ലേയുടെ മുൻപിൽ നിന്ന് പറയും നിങ്ങൾ എല്ലാവരെയും ഞാൻ തട്ടിക്കളയും. അവൻ ആ ക്ലേയുടെ ഒരു പീസ് എടുത്ത് ഇപ്പൊ പതിയെ ചവച്ചരച്ച് വിഴുങ്ങാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല നീ എന്താടാ ചെയ്യണേന്ന് പറഞ്ഞ് അവനെ നോക്കി നിൽക്കുമ്പോ അവന്റെ ബോഡി ഇപ്പൊ മെല്ലെ മെല്ലെ വീർത്ത് ഒരു ബോള് പോലായി തീരും. അവൻ പറയും ഇതെന്റെ അൾട്ടിമേറ്റ് വെപ്പനാണ്,
നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. അപ്പൊ നമ്മുടെ നെജിമച്ചാൻ അവനവന്റെ വ്യാഹു കണ്ണു വെച്ച് ചെക്ക് ചെയ്ത് അവനാ കാഴ്ച കണ്ട് നിലവിളിക്കും, എല്ലാവരും ഓടിക്കോ. അവനവന്റെ ചക്ര പവർ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പൊട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും അറഞ്ചം പുറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങും. അപ്പോഴേക്കും ഞൊട്ടിയിടയില് ഇപ്പൊ ദേദരാവട്ടെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അതൊരു വലിയ തീഗോളായിട്ട് നമ്മുടെ ആൾക്കാരുടെ പിന്നാലെ പോകുമ്പോ ഇവിടെ കാക്കാഷി ആവട്ടെ വീണ്ടും ആളുടെ മങ്കിക്കു ശരീരം കണ്ണ് അത് തുറക്കും. അപ്പൊ അതേ സമയത്ത് ആ ഒരു പൊട്ടിത്തെറി നടന്ന സ്ഥലം അതാകമാനം ഇപ്പൊ ശാന്തമാകാൻ തുടങ്ങും. ആ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലം അത് ശാന്തമായി മാറുമ്പോ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും വണ്ടടിച്ച് പരസ്പരം നോക്കും. ഇതിപ്പോ എന്താ ഉണ്ടായെന്നറിയാതെ ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസ് ആവും. അപ്പോഴായിരിക്കും കാക്കാഷി അവന്റെ മങ്കിക്കു ശരീരം കണ്ണുപയോഗിച്ച് ആ ഒരു എക്സ്പ്ലോഷർ അത് മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. കാക്കാഷി അത് അങ്ങനെ തന്നെ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇപ്പൊ മറച്ചു വെക്കും. കാക്കാഷി ഇപ്പോ പതിയെ ക്ഷീണിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. കാരണം ഓൾറെഡി ഇപ്പൊ 2 തവണ അവന് മങ്കിക്കു ശരീരം കണ്ണ് അത് ഉപയോഗിച്ചു. കുട്ടപ്പൻ കാക്കാഷിയെ അങ്ങനെ താങ്ങി പിടിച്ച് ഇപ്പൊ നിലത്തിരുത്തും. മൈഗയ്ക്ക് ഇപ്പൊ കാക്കാഷി ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നും. സാക്കുറ ആവട്ടെ മാസ്റ്റർ യഥാർത്ഥത്തില് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഇപ്പൊ കാക്കാഷിയോട് ചോദിക്കും. അതിന് കാക്കാഷി പറയും, ഞാൻ എന്റെ കണ്ണുപയോഗിച്ച് ആ ഒരു എക്സ്പ്ലോഷർ അത് മറ്റൊരു ഡയമെൻഷനിലേക്ക് ഞാൻ മാറ്റി. ഉടനെ നെജി അവൻ പറയും, ഇത് ഷെരീങ്കൻ വിഷ്വൽ ജിപ്സു ആണ്. ലീ പറയും, ഇങ്ങനത്തെ വലിയ വലിയ പേരൊന്നും എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും നമ്മളുടെ തടി കേടായില്ലല്ലോ, തൽക്കാലം അത് മതിയെന്നും പറഞ്ഞ് അവൻ മൂട്ടിലെ പൊടി തട്ടി ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. നെജി എല്ലാവരോടായിട്ട് ചോദിക്കും, എല്ലാവരും ഓക്കെ അല്ലേ, ആർക്കും കുഴപ്പമില്ലല്ലോ. അതിന് കുട്ടപ്പൻ ഇപ്പൊ ഗാറെ താങ്ങിയെടുത്ത് പറയും, എല്ലാവരും ഓക്കെ അല്ല. അത് കണ്ട് സാക്കുറ പറയും, ഗാരയുടെ കാര്യം അത് ഞാൻ ഏറ്റു. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ അവിടെ നിന്ന് കുറച്ചുകൂടെ മുൻപോട്ട് നടന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്പൊ വിശ്രമിക്കാൻ ആരംഭിക്കും. സാക്കുറ മെഡിക്കൽ നെഞ്ചിപ്സ് ഉപയോഗിച്ച് ഗാറെ എങ്ങനെയെങ്കിലും ഇപ്പൊ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവള് ഒന്നും മിണ്ടാതെ ഇപ്പൊ തല താഴ്ത്തിയിരിക്കും. എല്ലാവർക്കും അറിയാം ഗാറ അവൻ മരിച്ചുപോയെന്ന്. പക്ഷെ കുട്ടപ്പന് വേണ്ടിയാണ് സാക്കുറ വീണ്ടും വീണ്ടും അവനെ എങ്ങനെയെങ്കിലും ഇപ്പൊ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടപ്പൻ ഗാരയെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേന്ന് ഇപ്പൊ സാക്കുറയോട് കെഞ്ചും. അതിന് സാക്കുറ ഒരു വഴിയില്ലാന്ന് പറഞ്ഞ് ഇപ്പൊ തലയാട്ടുമ്പോ കുട്ടപ്പന്റെ കണ്ണിലൂടെ ഇപ്പൊ കണ്ണുനീര് അങ്ങനെ ഒഴുകി താഴേക്ക് വീഴാൻ തുടങ്ങും. ആ ഗ്രാൻമയ്ക്ക് ഇത് കണ്ട് ഭയങ്കര വിഷമാവും. ഗ്രാൻമ കുട്ടപ്പനോട് പറയും, അതവന്റെ വിധിയാണ്, അതോർത്ത് സമാധാനിക്ക്. നീ ഒരാളല്ലേ വളരെ ചെറുപ്പത്തില് അവന്റെ ബോഡിയില് ആ ഒരു മോൺസ്റ്ററിനെ സീൽ ചെയ്ത് വെച്ചത്, അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഗാറെ നഷ്ടമായെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ പൊട്ടിക്കരയാൻ തുടങ്ങും. ഞങ്ങളെ നിങ്ങള് മോൺസ്റ്റർ എന്ന് മുദ്രകുത്തി ഈ സമൂഹത്തിൽ നിന്ന് തന്നെ അകറ്റി നിർത്തി. ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് വേദന അനുഭവിച്ചാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. സാസുകേനെയോ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഗാറയും എന്റെ മുൻപിൽ വെച്ച് മരിച്ചു പോയിരിക്കുകയാണ്. ഇത്രയും കാലവും ട്രെയിനിങ് എടുത്തത് അതെല്ലാം തന്നെ ഇപ്പൊ വെറുതെ ആയി പോയിരിക്കുകയാണ്. ഗ്രാൻമയ്ക്ക് കുട്ടപ്പന്റെ കണ്ണീര് അത് ഒരുപാട് നേരം കണ്ടു നിൽക്കാൻ കഴിയില്ല. ഗ്രാൻമ പതിയെ എഴുന്നേറ്റ് ഇപ്പൊ ഗാറയുടെ അടുത്തേക്ക് ചെല്ലും. എല്ലാവരും ഇപ്പോ ഗ്രാൻമയെ തന്നെ നോക്കി നിൽക്കുമ്പോ ഗ്രാൻമ കൈവച്ച് ഗ്രാൻമയുടെ ബ്രഹ്മാണ്ഡ ജിപ്സു അത് പുറത്തെടുത്ത് ഇപ്പൊ ഗാരയുടെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. സാക്കുറയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഗ്രാൻമ ഇതാ ജിപ്സു അല്ലേന്ന് ചോദിക്കുമ്പോ ഗ്രാൻമ ആവട്ടെ അവളെ നോക്കി ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.